ഇവന്മാര് രണ്ടുപേരും എൻ്റെ കൂട്ടുകാരന്മാരാണ്. പക്ഷെ ഈ താടിയുള്ള തെണ്ടിക്ക് എന്നെ എപ്പം കണ്ടാലും അടിക്കണം. എനിക്ക് ഇവനെ തിരിച്ചു തല്ലാൻ അറിയാൻ പാടില്ല. പക്ഷെ ഇവൻ്റെ താടി കാണുമ്പോൾ എനിക്ക് പേടിയാവും. ഈ തെണ്ടിയുടെ അടി കാരണം എൻ്റെ പുറത്ത് ഇന്ത്യയുടെ വലിയൊരു ഭൂപടം തന്നെ ഉണ്ട്. ഇവന്മാർക്ക് രണ്ടുപേർക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടോടാ. പക്ഷെ പേടിയുള്ളതുകൊണ്ട് ബഹുമാനിച്ച് നിൽക്കണമെന്ന് മാത്രം. വല്ല പണിക്കുമ്പോടാ ഇങ്ങനെ നടന്നോട്ടെ. നീ എന്തായി ജംഗ്ഷനിലോട്ട് പാട്ടാ. നീ ഒരു നാറിയുണ്ട്, എനിക്ക് അവനെ ഇടിക്കണം. എടാ അവൻ എന്നെ എപ്പോഴും ഉപദ്രവിക്കണം, ഞാൻ എന്ത് ചെയ്യും? കള്ളാണല്ലോ നീ. ജംഗ്ഷനിലോട്ട് പാടാ, എന്റെ കൈത്തെറി തീർക്കാനുള്ള. അവനിവിടെ ഇല്ലാന്ന് തോന്നണം. അതവന്റെ ചെരുപ്പല്ലല്ല, അപ്പൊ അവിടെ ഉണ്ടാവാൻ വഴിയില്ല. എങ്ങോട്ട് പോണ്? കാണോട്ടെ തന്നെ. നീ കണ്ടതല്ലേ അവനൊരു കാര്യമില്ലാണ്ട് എന്റെ മോന്തയ്ക്ക് അടിക്കണത്. എനിക്ക് അവനൊരു തെറിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല. അവന്റെ അച്ഛൻ എന്താ ജോലി? അച്ചാറിന്റെ എന്തോ കമ്പനി കണ്ടാണ്. അങ്ങനെങ്കിലും ഒരു വഴിയുണ്ട്. എന്ത് വഴി? എന്ത്? ഇതിനും ഏതോ അവൻ്റെ അടിയായിരുന്നു. ഇപ്പൊ ഒന്നുള്ളോ പണി ഉണ്ടായിരുന്നോ? അവൻ പഠിക്കാൻ പോണ്ടോ? ആ ദേ പറഞ്ഞ് നാവെടുത്തോളൂ. വാ, അവന്റെ കാര്യം തീരുമാനായി. എന്താ താമസിച്ച? എന്തത്? അച്ചാറാ. ആഹാ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഓ കിണ്ണ സാധനം. ഓ അടിപൊളി. ഇന്ന് എനിക്ക് എങ്ങനെ നോക്കി. ഇന്ന് എനിക്ക് കഴിച്ചു. സൂപ്പറല്ലേ? കൊള്ളാമോ? എവിടെ നിന്നാണ് ചേച്ചാറ്? ഇവന്റെ അച്ഛന്റെ അച്ചാറ്. നിന്റെ അച്ഛന്റെ അച്ചാറ്, ഉസ്മാന്റെ അച്ചാറ്. ഇവന്റെ അച്ഛന്റെ ഇവന്റെ അച്ഛന്റെ അച്ചാറാണ്. സൂപ്പർ അച്ചാറ്. ഉസ്മാന്റെ അച്ചാറ്. ഇവന്റെ അച്ഛന്റെ ഉസ്മാന്റെ അച്ചാറ്. കിടിലച്ചാറാട്ടാ. ഇവന്റെ അച്ഛന്റെ അച്ചാറ് എന്ത് ടേസ്റ്റാന്ന് അറിയോ? ഇനിയും വേണ? ഇന്നടാ നിന്റെ അച്ഛന്റെ അച്ചാറ്.